നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയിലുമാണ് കേരളം. അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടാകും. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സജീവമാക്കി കഴിഞ്ഞിരിക്കുന്നു. തുടർഭരണം സാധ്യമാക്കാനുള്ള എല്ലാ നെട്ടോട്ടത്തിലുമാണ് ഭരണമുന്നണിയായ LDF. അതേസമയം 2 തവണ കൈവിട്ട ഭരണം തിരിച്ചു പിടിക്കാൻ UDFും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരകളാകുന്നത് അക്ഷരാർത്ഥത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA ആയിരിക്കും. NDA നിയമസഭയിൽ ഒരു സീറ്റ് പോലും വിജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാട് മാറ്റമാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു പരിപാടിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേടാൻ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ചുള്ള ഒരു വിശകലനമുണ്ടായി. സത്യത്തിൽ കേരളത്തിലെ BJPക്കാർ അത്ഭുതപ്പെട്ട് കാണും ആ പരിപാടി കണ്ടിട്ട്. കാരണം കേരളത്തിൽ BJP 6 മുതൽ 7 സീറ്റ് വരെ വിജയിക്കുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ പറയുകയാണ്. ഇനി BJPക്ക് വിജയിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, മനസ്സമാധാനമായി കിടന്നുറങ്ങാം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJP വിരുദ്ധനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വായിൽ നിന്നാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 6 സീറ്റെങ്കിലും മിനിമം നേടുമെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണം? കഴിഞ്ഞ കുറച്ച് നാളുകൾ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ BJP ഉണ്ടാക്കിയ ഒരു ഓളം തന്നെയാണിത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർലമെൻറ്റ് സീറ്റിൽ BJP നേടിയ വിജയത്തോടു കൂടി തന്നെ BJP കേരളത്തിൽ എത്രമാത്രം വളർന്നു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമായി. അതിനുശേഷം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ്റെ ഭരണം നേടി BJPക്ക് കേരളത്തിലുള്ള അടിത്തറ എന്ത് എന്ന് വ്യക്തമാക്കി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 30 സീറ്റ് എങ്കിലും വിജയിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി BJP വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും ചുക്കാൻ പിടിക്കുന്നതും BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം. എണ്ണപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ RSS എന്നേ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ V മുരളീധരൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. അതുപോലെ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ പാലക്കാട് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ പ്രചരണം നേരത്തെ തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്ത് നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, അതുപോലെ ആലപ്പുഴ ജില്ലയിൽ നിരവധി മണ്ഡലങ്ങൾ, അതുപോലെ കോട്ടയത്ത്, അതുപോലെ പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഇങ്ങനെ BJP ഇക്കുറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ നിരവധിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2011 അല്ലെങ്കിൽ 16 കാലങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ 21 വരെ നമ്മൾ ചിന്തിച്ചാൽ BJPക്ക് ഒരു 4-5 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു 30,000-35,000 വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്. അല്ലെങ്കിൽ BJP ഒരു A ക്ലാസ് മണ്ഡലമായി 2011-ലും 16-ലും ഒക്കെ കണക്കാക്കിയിരുന്നത് 4-5 മണ്ഡലങ്ങൾ മാത്രമാണ്. 21-ലാണെങ്കിലും അവർ ഒരു 15-16 മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി കണക്കാക്കുകയും ആ മണ്ഡലങ്ങളിൽ ശക്തമായ സ്ഥാനാർത്ഥികളെയും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ 2026 വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഏറെക്കുറെ ഒരു 40-50 മണ്ഡലങ്ങൾ BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്.
അതുമാത്രവുമല്ല, ഇടത് വലത് മുന്നണികൾക്കപ്പുറം വളരെ നിഷ്പക്ഷരായി നിൽക്കുന്ന വോട്ടർമാർ ഓരോ മണ്ഡലത്തിലും 10,000-ഓളമെങ്കിലുമുണ്ട്. അവരുടെ വോട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നിർണായകമാകുന്നത്. അത്തരത്തിലുള്ള നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ ഇക്കുറി BJPക്ക് വളരെയധികം ശക്തമായി ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ട്രെൻഡിങ് സൂചനകൾ. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിലെ ഭരണം, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി കേരളത്തിലേക്ക് എത്തിക്കാൻ, വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. BJPയുടെ സംസ്ഥാന മാധ്യമ വിഭാഗം അത് വളരെ ശക്തമായി തന്നെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ സാധാരണ വോട്ടർമാർക്കിടയിൽ BJP ഉണ്ടാക്കിയ വികസനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇതെല്ലാം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളുടെ നേട്ടമായിട്ടാണ് സംസ്ഥാനങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജനയായിരുന്നാലും മറ്റ് എല്ലാ കേന്ദ്ര പദ്ധതികളും അതൊക്കെ കേരളത്തിലെ ഇടത് മന്ത്രിസഭ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഇടത് സർക്കാർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ UDF സർക്കാർ കൊടുക്കുന്നത് എന്ന തരത്തിലാണ് കേരളത്തിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. കേരളത്തിലെ സർക്കാർ എന്തു കൊടുക്കുന്നു, ആ കേരളത്തിലെ സർക്കാരിന് കേന്ദ്രം എത്ര വിഹിതം കൊടുക്കുന്നു എന്നെല്ലാമുള്ള ചർച്ചകൾ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് BJP സംബന്ധിച്ച് വളരെ വലിയൊരു ഗുണകരമായ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJPയോട് ഉണ്ടായിരുന്നൊരു അകൽച്ച, അത് പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കിയെടുത്തതാണ്. മണിപ്പൂരായാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരിവർത്തനക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്, BJPയാണ് അതിനൊക്കെ പിന്നിൽ എന്ന തരത്തിൽ പടച്ചുവിട്ട വാർത്തകൾ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരം ചിന്തകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവരെ BJPയിൽ നിന്നും അകറ്റി നിർത്തിയത്. എന്നാൽ അടുത്ത ഒരു 3-4-5 വർഷം എടുത്തു നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ BJPയോട് ചേർന്ന് നിൽക്കുകയാണ് ക്രൈസ്തവ സഭകളും ക്രൈസ്തവ നേതൃത്വവും. പ്രത്യേകിച്ച് കേരളത്തിലെ മധ്യ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും നിർണായകമായ ശക്തിയാണ്. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ക്രൈസ്തവ വിഭാഗത്തിലെ ചെറിയൊരു വിഭാഗത്തിനെങ്കിലും കഴിയും. കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു 25% BJPയോട് അടുത്താൽ കേരളത്തിൽ BJP ചരിത്രം കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. BJP പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സീറ്റുകൾ കേരളത്തിൽ നേടാൻ കഴിയും. കൂടാതെ തന്നെ PC ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും ഉള്ള നേതാക്കന്മാർ BJPയിലേക്ക് വന്നതിന് പിന്നിലെ BJPയിലേക്ക് വന്നതിലുള്ള ഗുണം, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിനു ശേഷമുള്ള ക്രൈസ്തവ സഭകളുടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ BJPയോടുള്ള അടുപ്പം, ഇതൊക്കെ കേരളത്തിൽ BJPക്ക് അനുകൂലമാകുന്ന ഒരു ട്രെൻഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ BJP അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സീറ്റ് കൊടുക്കുമെന്നാണ്. ഒരു കാലത്ത് 140 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആളില്ലായിരുന്ന ഒരു പാർട്ടി ഇന്ന് നേതാക്കന്മാരുടെ ബാഹുല്യം കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാറ്റി നിർത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം തന്നെ. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ BJPയെക്കുറിച്ച് പടച്ചുവിടുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും, ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കും, ശോഭാ സുരേന്ദ്രനെ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ചർച്ചകൾ. അപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ്. ശോഭാ സുരേന്ദ്രന് ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ വിജയിക്കും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് പാലക്കാടാണോ കായംകുളത്താണോ ലഭിക്കുക? കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് നേടി ചരിത്രം കുറിച്ച വ്യക്തി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. അന്ന് കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP NDA 2ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഈഴവ വോട്ടുകൾ കൂടി അല്പം കൂടി BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായാൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ നിഷ്പ്രയാസം വിജയിച്ചു കയറും. അവിടെ SNDPയുടെ പിന്തുണ, വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയൊക്കെ ശോഭാ സുരേന്ദ്രനുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം.
BJPയുടെ ഈറ്റില്ലമാണ് പാലക്കാട്. പാലക്കാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ 40,000-ലധികം വോട്ട് നേടിയ വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ ബൈ ഇലക്ഷന് മുമ്പ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം 3,900 വോട്ടുകൾക്കാണ് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ അവിടെ പരാജയപ്പെട്ടത്. ഇന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ നേതാക്കന്മാരുടെ ബാഹുല്യം, മത്സരിക്കാൻ ഉള്ള സീറ്റ് 140 മണ്ഡലങ്ങളിൽ ഇത്തരം നേതാക്കന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ തലവേദന. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തകൾ പരിശോധിച്ചാൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ അരമണിക്കൂറിൽ ഏറ്റവും അധികം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അത് റിപ്പോർട്ടർ TV ആയാലും അതുപോലെ തന്നെ ന്യൂസ് 24 മലയാളമായാലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ആയാലും BJPയെ എതിർക്കുകയും BJPയെ പരമാവധി തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളായാലും തന്നെ ഏറ്റവും അധികം അവരുടെ വാർത്തകളിൽ സ്പേസ് കൊടുക്കുന്നത് BJPക്കാണ്. BJPയെ വിമർശിക്കാൻ വേണ്ടിയായിരിക്കാം. ഇന്നൊരു മാധ്യമത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാവായ MT രമേശിന് സീറ്റില്ല. MT രമേശിന് തൃശ്ശൂരിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാനാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഗ്രഹം. അതിൽ പ്രതിഷേധിച്ച് MT രമേശ് മത്സരിക്കാനില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഓരോ ന്യൂസ് റൂമുകളിൽ നിന്നും പടച്ചുവിടുന്ന വാർത്തകളാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത വാർത്തകളാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എത്രമാത്രം സ്പേസ് ഈ മാധ്യമങ്ങൾ BJPക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഒരു വരി വാർത്ത പോലും BJPയെ കുറിച്ച് കൊടുക്കാതെ BJPയെ മാറ്റി നിർത്തിയിരുന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങളും ഇന്ന് BJPക്ക് അനുകൂലമായ വാർത്ത കൊടുക്കാൻ മത്സരിക്കുന്നു എന്നിടത്താണ് BJP കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത അടിത്തറയുടെ ഉറപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് BJP കേരളത്തിൽ 5 മുതൽ 6 സീറ്റ് വരെ നേടുമെന്ന് ഏഷ്യാനെറ്റിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ് BJP 5ഉം 6ഉം സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ BJPയുടെ സീറ്റ് നേട്ടം 10-ൽ അധികമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട.